അപ്പോൾ അതാ നല്ല ഉള്ളിക്കറിയാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. എന്താണെന്നറിയോ, നമുക്ക് കുറച്ച് എന്താ പറയുക ജീരകം, കുറച്ച് കടുക്, ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂപ്പിച്ചു. എന്നിട്ട് ഇതാ സവോള ഇട്ട് നല്ലോണം ഒന്ന് വഴട്ടുന്നുണ്ട്. ഇതെന്താണെന്നറിയോ, ഇടയ്ക്ക് ഒരു കോൾ വന്നപ്പോൾ വീഡിയോ നൈസായിട്ട് നിന്ന് പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും കൂടി എടുക്കുന്നത്. സോറി കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മൂപ്പിക്കാൻ മീൻസ് നല്ലോണം ഒന്ന് വഴട്ടായത്. നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ നമുക്കിങ്ങനെ ഉപ്പിട്ട് വഴട്ടാം. പക്ഷെ ഇതിൽ ഉപ്പിട്ട് അങ്ങനെ ചെയ്യരുത്, പകരം ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോസെല്ലാം എടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നല്ലോണം ഇപ്പം തന്നെ എഡിറ്റ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴട്ടുന്നുണ്ട് കേട്ടോ. നല്ലോണം തന്നെ വഴണ്ട് വരട്ടെ. ഞാനിപ്പോൾ ഒരു 2 തവണ തന്നെ ഇത് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പാർട്ട് 2 ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾസൊക്കെ വരുന്നതുകൊണ്ട്, അമ്മയുടെ ഫോൺ ആയതുകൊണ്ടേ കുറച്ച് കോൾസൊക്കെ വരും എനിക്ക്. അപ്പം അന്നേരം ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും പാർട്ട് 2 അങ്ങനെ 1 അങ്ങനെയൊക്കെ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഈ ഒരു എന്താ പറയുക, ഈ ഒരു സവോളയൊക്കെ മൂത്ത് വരാനായിട്ട് ഇങ്ങനെ നമ്മൾ ഉപ്പിടും. അതായത് ഇപ്പം തന്നെ ഉപ്പിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉപ്പിടണമല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഉപ്പ് ഞാൻ നേരത്തെ സെറ്റ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഇതാ ഇതിൻ്റെ ആവശ്യത്തിലുള്ള ഉപ്പൊന്നും ഇട്ട് കൊടുക്കാവേ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വലത് കൈയും ഇടയ്ക്കിടയ്ക്ക് ഇടത് കൈയും ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം എൻ്റേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലും സീൻസിലൊക്കെയാണ് ഞാൻ എടുക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ കാണും. ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്താ നല്ലോണം ഉപ്പിട്ടൊന്ന് വഴട്ടി കൊടുക്കാം കേട്ടോ. ഇതിന് നമുക്കിങ്ങനെ അധികം വഴരാതെ ഇങ്ങനെ സവോളയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പം നല്ലോണം വഴട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടൊക്കെ ഞാൻ ഇടാമെന്ന് ഇങ്ങനെ കരുതുക കേട്ടോ. കാരണം അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾസൊക്കെ വരുന്നതുകൊണ്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതാണ് പ്രശ്നം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു എന്താ പറയുക, ഭയങ്കര ഒരു സ്മെല്ലും പിന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെയാണേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ നല്ലൊരു മെയിൻ ഹൈലൈറ്റാണ് അത്. അതായത് നല്ലോണം ഒന്ന് വഴട്ടി കൊടുക്കാം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ആരുടെയും റെസിപ്പീസ് ഒന്നും നോക്കാറില്ല. ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ആ ഒരു കറി അല്ലെങ്കിൽ ആ ഒരു റെസിപ്പി ഇരിക്കുന്നത് അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കാറ്. എനിക്ക് നൈറ്റൊക്കെ ക്രേവ് വരുമ്പോഴും അതെ, ഒരു മുട്ട പൊരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഓട്ടാനെ വാരിയിടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിങ്ങനെ അന്നേരം തന്നെയാണ് നമ്മൾ അരക്കേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പച്ച നിറമൊക്കെ വരും. അപ്പോൾ അതിന് ബാഡ് സ്മെല്ലൊക്കെ വരും. അതുകൊണ്ടാണ്. അപ്പോൾ അതാ നല്ലോണം ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ലൈറ്റ് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ രസമാണ്. ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ളവർ ഏതായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് മസാലാസൊക്കെയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഇത്രയും വഴണ്ടാൽ മതി എന്നാണ് എൻ്റെ മനസ്സിലൊരു ഇത്. അതാ നല്ലോണം ഇപ്പോൾ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്.
എന്നിട്ട് ഒന്നും കൂടെ ഒരു മീഡിയത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ലോണം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. എനിക്കറിയാം കേട്ടോ, കറക്റ്റായിട്ട് എനിക്കറിയാം. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ഇടാനുള്ളതെന്ന് ചോദിച്ചാൽ നല്ല മുളക് പൊടി, കാശ്മീരി മുളക് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അവനവിടെ കുഴപ്പമാണ് എന്ന് തോന്നുന്നു. ക്ഷമിക്കാം കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒന്ന് സെറ്റാക്കുക. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് കൂടുതലും മുളക് പൊടി ഇട്ടാലുള്ളത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് സ്വാദ് എന്നൊക്കെ പറയാം. എന്താ വേണ്ടത്? കുറച്ച് ഗരം മസാലയും വേണമെങ്കിൽ മല്ലിപ്പൊടി ഇനി പകരം ചേർക്കാം. അല്ല സോറി, ഞാൻ മല്ലിപ്പൊടി കേട്ടോ ചേർത്തേ, മറന്നു. ഞാൻ ഗരം മസാലയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ പെട്ടെന്ന് അങ്ങനെ. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ മെയിൻ ഹൈലൈറ്റർ ആയിട്ടുള്ള ചിക്കൻ മസാല നല്ലോണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്നിനും ഒരളവില്ല, നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നാണ്ടടാ, ഇത് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ മസാല ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വഴട്ടാന്നേ ഉള്ളേ. എല്ലായിടത്തും ഈ പച്ചപ്പ് അങ്ങനെയൊക്കെ പറയും ഈ മാറുന്നതിന്. അപ്പോൾ നമുക്കിതാ നല്ലോണം ഇളക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും. ഇപ്പോൾ 25 ആയിട്ടുള്ളൂ, മറ്റേ അക്കൗണ്ട് എൻ്റെ പോയി. അപ്പം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് പണ്ട് തൊട്ടേ എനിക്കുള്ളതാണ്. എനിക്ക് ഈ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്തിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ വ്യൂസ് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇടുന്നതിനാണല്ലോ കാര്യം. ഇവിടെ ഫുൾ പട്ടികളാണ് കേസ്, എന്ത് ചെയ്യാനാണ്. പക്ഷെ അങ്ങനെ ഏറ്റവും സ്നേഹമുള്ളത് ഈ പട്ടിക്കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ, എന്താണെന്നറിയില്ല. ഇപ്പം തന്നെ മണത്ത് നോക്കുകയാണെങ്കിൽ നല്ല മണമാണ് കേട്ടോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഇത് എന്താ പറയുക, വഴണ്ട് വരുമ്പോൾ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇതിൽ വേണ്ടവർക്ക് തക്കാളി ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ ഉള്ളവർക്ക് പുളി ഇഷ്ടമല്ല, അതുകൊണ്ട് പുളി ഞാൻ ഇടുന്നില്ല. പുളി ഈ തക്കാളിക്ക് പുളിയാണല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചു ഇളക്കി കൊടുക്കാതെ. ഇപ്പം ഈ നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ എന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നറിയാവോ, നമ്മുടെ ഈ പെട്ടെന്ന് തന്നെ കുറുകി വരും, അങ്ങനെയുണ്ട്. അത് ഞാനിത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. വേണ്ടവർക്ക് ഇനി എരിവ് ചേർക്കാം കേട്ടോ, കാരണം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. അതുകൊണ്ട് വേണ്ടവർക്ക് എരിവ് ചേർക്കാം. ഞാൻ ഇപ്പോൾ എരിവൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതാ എനിക്കിഷ്ടമുള്ള പോലെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും എല്ലാം ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ, പ്രിയ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടി പേടി എന്നൊക്കെ വിളിക്കും. സ്നേഹം കൂടുമ്പോൾ കുറയുമ്പോൾ അമ്മ എന്ന് വിളിക്കും. നേരെ തിരിച്ചാണല്ലോ എല്ലാവരും. ഞാനിത് എനിക്ക് എല്ലാം ഈ റൈറ്റ് ഹാൻഡേ പറ്റത്തുള്ളൂ. ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു രസമില്ല എനിക്ക്, എന്താണെന്ന് അറിയത്തില്ല. അല്ലാതെ ഒന്ന് സാധാ ഉള്ളിക്കറി വെക്കുന്നതിനും കുറച്ച് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതുണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അമ്മോ,
കേട്ടില്ലേ ഗൈസ്? വീഡിയോയുടെ മുന്നിലോട്ട് വരെ ഭയങ്കര പേടിയാണ്. എൻ്റെ നമ്മൾ ഗ്രേവി ആക്കുന്നതുകൊണ്ട് അധികം ഇത് കണ്ടോ, ഇതുപോലെ പതുക്കെ പതുക്കെ ഇളക്കിയാൽ മതി. യെസ്, നിങ്ങളൊരു കാര്യം പറയുകയായിരുന്നു ഗൈസ്, എൻ്റെ കൈയൊക്കെ പൊള്ളിയായിരുന്നു. ഈ പരുവ എന്താ ഡിസൈൻ കണ്ടോ നിങ്ങൾ? പക്ഷേ ഡിസൈനല്ല ഗൈസ്, എൻ്റെ കൈയാണ്. തൊലി അങ്ങ് പോയി, മെഴുകു വീണതാണ്. ഏറ്റവും നമ്മുടെ കടൽ ഗ്രൗണ്ടില്ലേ, അവരുടെ മുട്ടക്കാൻഡിലില്ലേ, അത് ഉണ്ടാക്കാൻ നോക്കിയതാണ്. വാക്സ് ഒരുക്കിയപ്പോൾ വാക്സ് കയ്യിലേക്ക് പോയി, കൈ വെന്തു പോയി. ബട്ട് ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. എനിക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അധികം എന്താ പറയുക, പെയിൻഫുൾ അല്ലായിരുന്നു. പക്ഷേ ഈ പെയിനൊക്കെ സഹിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ പരിപാടിക്കൊന്ന് പോയേക്കരുത് കേട്ടോ. ഭയങ്കര വേദനയായിരിക്കും. ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അനുസരിച്ചുണ്ടല്ലോ നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ, കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപ്പിടണം. ഞാനിപ്പോൾ ഇത് അതേ ടൈമിൽ പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. അതാ കുറച്ചും കൂടി ഉപ്പ് ഇതാ നല്ലോണം ഇളക്കി സെർവിങ് ഈ ഉണ്ടാക്കുന്ന ബൗൾ ഇതാണെങ്കിൽ സെർവിങ് ബൗൾ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് അതിന് പേടിക്കണ്ട. കുറച്ച് മെയ്ക്കുവാണേ. ഇതുപോലെ ആക്കാം കണ്ട. അപ്പം അതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ കറി ഇടയ്ക്ക് ഒരു മണം വേണം കേട്ടോ. കാരണം ഇനി നിങ്ങൾ മീറ്റ് മസാല ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി മീറ്റിൻ്റെയൊക്കെ മണം വരും. അതായത് ബീഫ് കറി ചെയ്യുമ്പോഴത്തേക്ക് വേണം. നല്ലോണം ഒന്ന് ഇളക്കി വരട്ടെ. ഇതെൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വേണ്ടവർക്ക് മല്ലിയില ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ടാണ്. മല്ലിയില ചേർത്തിട്ടുള്ള വീഡിയോയിൽ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ്സ് ഓഫ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഷോർട്സ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ. അപ്പം ദാ നല്ല പോലെ ഇത് നല്ല മുരികി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് കാണാവേ. അപ്പം ഇതാണ് നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ഉള്ളിക്കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇത് ഞാൻ 2-3 തവണ ഉണ്ടാക്കി, അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, ദെൻ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.